ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ക്രിസ്മസ് വിരുന്നൊരുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ക്രിസ്മസ് വിരുന്നൊരുക്കും. മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരും ഈ വിരുന്നിൽ പങ്കെടുത്തേക്കും. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിഭാഗം ബിജെപിക്കെതിരെ തിരിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ രാഷ്ട്രീയ നീക്കം. PJ അരുൺ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഗുഡ് മോർണിംഗ് കീർത്തി, ഹാപ്പി ക്രിസ്മസ്. കീർത്തിയല്ല, കാവ്യയാണ്. എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ എന്ന് കേൾക്കണം, അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വിരുന്ന് അതെങ്ങനെയാണ് എന്നുകൂടി അറിയണം. ഗുഡ് മോർണിംഗ് കാവ്യ, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും നമുക്കറിയാം, ഈ വാർത്ത പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് നോക്കിയാൽ അറിയാം, പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇതുവരെയും മതപരമായ ചടങ്ങുകളൊന്നും സംഘടിപ്പിച്ചിരുന്നില്ല. അരുൺ ജെയ്റ്റ്ലിയുടെയും സ്മൃതി ഇറാനിയുടെയും ഭവനങ്ങളിൽ, അവരുടെ ഔദ്യോഗിക വസതികളിൽ സാധാരണ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നെല്ലാം മലക്കം പറഞ്ഞ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 12:30യോടെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളം, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മറ്റ് വ്യവസായികളെയും ഈ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വസ്തുതകൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മണിപ്പൂർ കലാപത്തോടു കൂടി BJPയിൽ നിന്നും വലിയ രീതിയിൽ അകന്നു നിന്ന ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് BJP പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്രൈസ്തവ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. എന്തിനാലും ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മോദി ലക്ഷ്യമിടുന്നതെന്നുള്ള ആരോപണം ഇതിനകം തന്നെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 12:30 കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ ഒരു വിരുന്ന് ഒരുക്കുക. കേരളത്തിൽ നിന്ന് ഏതൊക്കെ മത മേലധ്യക്ഷന്മാർ പങ്കെടുക്കും എന്നുള്ളതിൽ ഇതുവരെയും ഔദ്യോഗികമായ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ തന്നെ ഒരു ക്രൈസ്തവ ദേവാലയം മോദി സന്ദർശിച്ചിരുന്നു. അവിടെ വൃക്ഷത്തൈ നട്ട് ഈസ്റ്റർ ആശംസകൾ വിശ്വാസികളെ നേരിട്ട് കണ്ട് അറിയിക്കുകയുണ്ടായിരുന്നു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വോട്ട് BJPക്ക് കുറഞ്ഞിരുന്നു. അതിൽ നിന്നല്ല BJPയിൽ നിന്ന് അകന്നു. ക്രൈസ്തവരിൽ എന്തെങ്കിലും ഒരു തരത്തിൽ പിന്തുണ BJPക്ക് ലഭിച്ചിരുന്നെങ്കിൽ തന്നെ മണിപ്പൂർ കലാപത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ വഴിത്തിരിവിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ തിരിച്ചടി BJP മണിപ്പൂരിൽ നേരിടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഒരു ക്രൈസ്തവ ചടങ്ങ് ഔദ്യോഗിക വസതിയിൽ തന്നെ ഒരുക്കി നരേന്ദ്രമോദി വോട്ട് ബാങ്ക്, ക്രൈസ്തവരുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതിൽ വലിയ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഡൽഹിയിലെ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാവ്യ, ശരി. അരുണാണ് ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.